കോട്ടയം താലൂക്ക് ഓഫീസിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ വലഞ്ഞ് പൊതുജനം. 3-ാം നിലയിലെ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലേക്ക് എത്തുന്ന ഭിന്നശേഷിക്കാർ അടക്കമാണ് ദുരിതത്തിലാകുന്നത്. ആദ്യത്തെ സംഭവമല്ലെന്നും എപ്പോഴും ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണെന്നും ഭാഗ്യക്കുറി ഏജന്റ് പറഞ്ഞു. ഭിന്നശേഷിക്കാരായ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ഇതുപോലെ 3-4 നില നടന്നു കയറുകയാണ്. താലൂക്ക് ഓഫീസിലെ പലപ്പോഴുമുള്ള കാഴ്ച ഇതാണ്. മിക്ക ദിവസവും ലിഫ്റ്റ് പ്രവർത്തിക്കാറില്ല എന്നാണ് ആളുകൾ പറയുന്നത്. മിക്കവാറും ഈ ലിഫ്റ്റ് ഇങ്ങനെ കേടാണ്. രാവിലെ ഞങ്ങൾ വന്ന് കയറാണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ അത്രയും കയറി ചെല്ലുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. 3-ാം നിലയിലാണ് ഭാഗ്യക്കുറിയുടെ ജില്ലാ ഓഫീസുള്ളത്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങ് കൂടിയാണ് ഭാഗ്യക്കുറി വിൽപ്പന നടത്തുന്ന ജോലി. എന്നാൽ 3-ാം നിലയിലെ ഓഫീസും ലിഫ്റ്റ് കൃത്യമായി പ്രവർത്തിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നമാണ്. അതായത് എന്നെപ്പോലുള്ളവർ നടന്ന് 3-ാം നിലയിലാണ് ഇതിൻ്റെ ഓഫീസ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്ന് എഴുതി കൊടുക്കാൻ പോലും കൈ വിറയ്ക്കുക. അതുപോലെ 3-ാം നിലയിലാണ്. വലിയ പാടെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇതൊന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്നിരുന്ന വലിയ ഉപകാരമായിരുന്നു. താലൂക്ക് ഓഫീസിലെ പല പ്രധാനപ്പെട്ട വകുപ്പുകളും പ്രവർത്തിക്കുന്നത് മുകളിലത്തെ നിലകളിലാണ്. ലിഫ്റ്റിന്റെ കാലപ്പഴക്കമാണ് എത്ര നന്നാക്കിയിട്ടും വീണ്ടും വീണ്ടും താലൂക്ക് ഓഫീസിലെത്തുന്നവർക്ക് പണി നൽകുന്നത്. താൽക്കാലിക പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരമാണ് വിഷയത്തിൽ ഉണ്ടാകേണ്ടത്. റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.